ഇപ്പൊ ദാമു പോലെ അവനെ വിളിച്ചത് ഗുണ്ടാന്നാണ്. ഗുണ്ട ഇങ്ങോട്ട് വേറെ ഒന്നുമില്ല. എന്തൊക്കെ പറഞ്ഞ് ന്യായീകരിച്ചാലും അച്ഛന്ന് വിളിച്ചതിനുള്ള അവൻ തിരിച്ച് സോറി പറഞ്ഞിട്ട് പോയാൽ മതി. അവന് വേറെ എന്തൊക്കെ പറഞ്ഞല്ലോ, അച്ഛന്ന് വിളിച്ചല്ലോ. അച്ഛനെ വിളിച്ചാലും വെടിവെച്ചിട്ടേനും ഒരാളെ എന്തിനു ചുമ്മാ വെടിവെച്ചിരുന്നാ. നമ്മളിവിടെ നമ്മുടെ വണ്ടി എല്ലാ വണ്ടിയും ചോപ്പറും വണ്ടിക്ക് എല്ലാം ഇട്ടുകൊണ്ട് പെട്രോൾ ഇടുന്ന് ഫിറ്റ് ചെയ്തോണ്ടിരിക്കുന്നത്. അതാണ് ആ ബ്ലാക്ക് ഷർട്ട്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടി സി റോൾസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വന്നിട്ടുള്ളത് വാസണ്ണൻ്റെ കൂടെയാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ടി വിയിലെ കുറച്ച് മെമ്പേഴ്സ്, അതായത് ബോബ്, കണ്ണാപ്പി, കുറച്ച് മെമ്പേഴ്സൊക്കെ തമ്മിൽ ATXയിലെ കുറച്ച് മെമ്പേഴ്സായിട്ട് ചെറിയൊരു സിറ്റുവേഷൻ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സിറ്റുവേഷനിൽ എന്താണ് സംഭവിച്ചത്, അതുപോലെ തന്നെ എന്താണ് അതിൻ്റെ ഒരു ഡിസിഷൻ, എങ്ങനെയാണ് കാര്യങ്ങളെന്നൊക്കെ, ഏതായാലും അതിൻ്റെ ഒരു റിയാക്ഷൻ വീഡിയോസാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ഈ സിറ്റുവേഷൻസിൻ്റെ ഫുള്ളായിട്ടുള്ള വേർഷൻ വാസണ്ണൻ്റെ കിക്ക് ലൈവിൽ നിങ്ങൾക്ക് ഫുള്ളായിട്ട് കിട്ടുന്നതായിരിക്കും. കിക്കിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് അഡ്മിൻ POV വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബഗ്മാൻ്റെ യൂട്യൂബ് ചാനലിലെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ പോയിട്ട് ഫുള്ളായിട്ടുള്ള സിറ്റുവേഷൻ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഏതായാലും വീഡിയോയിലോട്ട് പോകാം. വീഡിയോ എല്ലാവരും ലൈക്ക് അടിക്കുക, അതുപോലെ തന്നെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. ഇതുവരെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. നേരത്തെ എന്റെ നിസാം പെട്രോളിൽ ഇടിച്ചായിരുന്നു. ഇവിടുന്ന് ഞാൻ വണ്ടി എടുത്തത് നിങ്ങൾ വെടിയും വെച്ചായിരുന്നു. എന്നിട്ട് പിറ്റ് ചെയ്ത് വന്ന് രണ്ട് നിങ്ങളുടെ ഈ ബ്രോ എന്തായാലും മറന്നു. ഗ്യാങ്ങിന്റെ പേരെന്താ? അല്ല ബ്രോ, നിങ്ങളുടെ ഫാമിലിയുടെ പേരെന്താ ബ്രോ? അപ്പൊ ഇതില് രണ്ട് വണ്ടി വന്ന് ഇടിച്ചായിരുന്നു ബ്രോ. അത് എന്തിനാണ് ഇടിച്ചത്? നിങ്ങൾ തന്നെ പറഞ്ഞ് വണ്ടി ഇടിച്ച് മാറ്റിട്ട് പോക്കണം. പിന്നെ വണ്ടി ഇടിച്ചാൽ എന്തിനാണ് വെടിവെച്ചത്? പിന്നെ ഇവിടെ നടുക്ക് വണ്ടി ഞാൻ ചോദിച്ചു ബ്രോ, വണ്ടി ബ്രോ എനിക്ക് പല സിറ്റുവേഷൻ കാണും. ഞാൻ സിറ്റിസൺ ആണ്, ഇവിടുത്തെ മേയർ ആണെന്ന് ബ്രോ അറിയേണ്ട ആവശ്യമില്ല. എനിക്ക് നിന്നെ കാണിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഉണ്ടനാ എന്താ ഇവിടെ എത്ര ആൾക്കാരുള്ളത്? അല്ല ആരാ അല്ല ബൈക്ക് വന്നാരായിരുന്നു? ഞാൻ കണ്ടില്ല. നമ്മളിവിടെ നമ്മുടെ വണ്ടി എല്ലാ വണ്ടിയും ചോപ്പറും വണ്ടിക്ക് എല്ലാം ഇട്ടുകൊണ്ട് പെട്രോൾ ഇടുന്ന് ഫിറ്റ് ചെയ്തോണ്ടിരിക്കുന്നത്. അതാണ് ആ ബ്ലാക്ക് ഷർട്ട്. എന്തിനു പിറ്റ് ചെയ്യുന്നതിന് വണ്ടിയില്? അണ്ണാ യുമാനാണ് എന്റെ വണ്ടി വെടിയും വെച്ച് പിറ്റ് ചെയ്തത്, ഞാനൊന്നുമല്ല. അടേ വെയിറ്റ് ഇവിടെ 4 ഹെലി 40 വണ്ടി എടുത്തിട്ട് ഞാൻ എന്റെ വണ്ടി എങ്ങനെ ഇതിനകത്ത് ഇറക്കും? ഇവിടെ ഒരു ഹെലിയും ഞാൻ പറഞ്ഞതാണ് ക്ലിയർ ആയിട്ട്. ഞാൻ ഡ്രസ്സ് മാറിട്ട് ആദ്യം എന്റെ വണ്ടി അതിനകത്ത് കൊണ്ടിട്ടിട്ട് ഞാൻ ഡ്രസ്സ് മാറി തിരിച്ചു വന്നപ്പോ ഇവിടെ എന്റെ വണ്ടിയുടെ അടുത്ത് ഒരു ഹെലിയും ചുറ്റിന് ഫുള്ളി ഇതിന്റെ വണ്ടി ATXന്റെ വണ്ടി. അപ്പൊ എനിക്ക് വണ്ടി എടുക്കാൻ സാരമില്ല. അപ്പൊ ഞാൻ ആദ്യം വണ്ടി എടുത്തപ്പോ ഒരു വണ്ടി തട്ടി. അപ്പൊ ഞാൻ ബ്രോ എടുത്തെന്ന് പറഞ്ഞു, ബ്രോ ഈ വണ്ടി എടുത്ത് മാറ്റി തരും, അല്ലെങ്കിൽ ഞാൻ ഇടിച്ച് മാറ്റിട്ട് പോകേണ്ടി വരും എന്ന് പറഞ്ഞു സിറ്റുവേഷൻ ആണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ബ്രോ എനിക്ക് സിറ്റുവേഷൻ ആണ്, പോകണം അത്യാവശ്യമാണ്. അങ്ങനെയാണ് ഒരു കാര്യത്തിൽ ബ്രോ ഇടിച്ച് മാറ്റിട്ട് പോകാൻ പറഞ്ഞു. അപ്പൊ ഞാൻ ഇടിച്ച് മാറ്റി പോയി. അപ്പൊ എന്നെ വണ്ടിക്കിട്ട് വെടി വെച്ച് പിറ്റ് ചെയ്തു. ഇതാണ് പ്രശ്നം, മനസ്സിലായില്ലേ? എന്നിട്ട് ടീമാർ എന്തിനാണ് പറഞ്ഞത് എനിക്ക് അറിഞ്ഞൂടാ. ഇത് മൊത്തം ഉടായി പോകണ്ട കണ്ണാപ്പി. മനസ്സിലായോ? നിന്നെ ആരാ അണ്ണ അണ്ണ വിളിച്ചത്? നീ വേറെ കുണ്ടനാ പറ്റിയ ആരുടെ പേര്? എടാ അവ കുണ്ടാന്ന് കയറി വിളിക്കുന്ന തന്ത. അവ ആരെ കയറി വിളിക്കുന്നത്? അവൻ കുണ്ട കൊണ്ടാന്ന് വിളിക്കേണ്ട ആവശ്യം വിളിച്ചോണ്ട് കാര്യം തന്നെ.
ബ്രോ വെടിവെക്കേണ്ട ആവശ്യം എന്താ? വിളിക്കുന്നത് ബ്രോ നിങ്ങൾ സംസാരിക്കുമ്പോ ഞങ്ങൾ മര്യാദയ്ക്ക് അല്ല. അല്ലല്ല വെറുതെ മിണ്ടായിരുന്നു ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് മറ്റേ ഇവന്മാര് മറ്റേ ടീമാണ് മറ്റേ നേരെ വെക്കുമ്പോ അണ്ണാന്നും തിരിച്ചിരിക്കുമ്പോ കൊണ്ടാന്ന് വിളിക്കുന്ന ടീമാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബ്രോ ഇഷ്ടപ്പെടും. മിണ്ടാതിരിക്കാം സംസാരിക്കുന്നില്ല അങ്ങോട്ട്. ഞാൻ വന്നിട്ട് നമ്മുടെ സൈഡിൽ നിന്ന് കണ്ണെല്ലാം എടുത്ത് വെച്ച് നമ്മുടെ അല്ല, ഈ സൈഡിൽ വെടിവെച്ചാരാണ്? അല്ലല്ല ഇവൻ ചത്തിടക്കുന്നുണ്ട്. എന്തൊരു കോപ്പം എന്തിന് പിന്നെ അമാര് കൊടിക്കുക പിന്നെന്തിര് എടാ എന്താടാ സാറൊക്കെ ബോബിനെ വെടിവെച്ചു കാര്യം എന്ത് ബോബിനെ എന്താ വണ്ടി ഇവന്മാരെല്ലാം കൂടി വണ്ടി പോകാൻ സിറ്റുവേഷൻ എന്തോ പോകാനായിട്ട് വണ്ടി കൊണ്ടിട്ടിരിക്കുന്നു. ബോബ് ഒന്ന് ഡ്രസ്സ് മാറാൻ വന്നപ്പോഴത്തേക്ക് അവന്മാർ വണ്ടി ഇട്ടിരുന്നുണ്ട്. ബോബ് പറഞ്ഞ് വണ്ടി എടുത്ത് മറ്റത്തരം പറഞ്ഞപ്പോൾ അവരുടെ സിറ്റുവേഷൻ ആണ് ബ്രോ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവൻ പറഞ്ഞ ബ്രോ വണ്ടി പറ്റില്ലേ, എനിക്ക് വണ്ടി ഇടിച്ചു മാറ്റിയിട്ട് പോകേണ്ടി വരും എന്ന് പറഞ്ഞു ബോബ്. അപ്പൊ അവന്മാരെ ഇടിച്ചു മാറ്റിയിട്ട് എന്നാ നീ ഇടിച്ചു മാറ്റിയിട്ട് പോകുന്ന പറഞ്ഞാൽ ഇവ ഇടിച്ചു മാറ്റിയപ്പോഴത്തേക്ക് അവന്മാരെ വെടിവെച്ചു. അങ്ങനെ സംസാരമായി. ഇപ്പൊ എന്താ ബോബ് എന്തോ കൂടേക്ക് മണ്ണാന്ന് വിളിച്ചിട്ട് തിരിച്ചു പോകുമ്പോൾ എന്താ കുണ്ണാന്ന് വിളിക്കുന്നവന്മാരാണെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ബോബിനെ അവന്മാർ വെടിവെച്ചു. ബോബ് പക്ഷെ ഗ്യാങ് ഡ്രസ് അല്ല ഇട്ടിരിക്കുന്നത്. അതാണ് സീൻ. ഗ്യാങ് ഡ്രസ് അല്ലെന്ന് പറഞ്ഞിട്ട് ഗ്യാങ് സിറ്റുവേഷൻ ആവായിരിക്കും. ഗ്യാങ് ആണെന്ന് പറഞ്ഞാൽ പോരെ, ഡ്രസ് ഇതാക്കിട്ട് ഗ്യാങ് ആണെന്ന് പറഞ്ഞാൽ പോരെ, അവൻ ഗ്യാങ്ങിലുള്ളതെന്ന് പറഞ്ഞാൽ പോരെ. അല്ല അങ്ങനല്ല, അത് FRP ആണോ ശരിക്കും? ഡ്രസ് ഇട്ടോ ഡ്രസ് സിറ്റുവേഷൻ ആണ്. ഡ്രസ് വേണം. ഇല്ല സംസാരിക്കാൻ പറ്റിയിട്ട് വന്നു. ഭ്രാന്ത്. എടാ എല്ലാമാരുടെ കേറാൻ പറഞ്ഞാടാ. കണ്ണാവി നീ ഇവിടെ ഉണ്ടായിരുന്നോ? ഇല്ലണ്ണ ഞാൻ പകുതി വെച്ചാണ് അവസാനമായപ്പോ ഞാൻ വന്നത്. ഞാൻ ഇല്ല സിറ്റുവേഷന് പങ്കില്ല. പക്ഷെ ഇതാ എന്തോ ഇവൻ പിറ്റി എന്ന് പോകുന്ന സമയത്ത് ഞാൻ ഉണ്ടായിരുന്നു. അതപ്പോഴത്തേക്ക് ഇവന്മാര് വെടിവെച്ചത്. അപ്പൊ ഇവൻ സിറ്റിസൺ ആയതുകൊണ്ട് ഞാൻ സിറ്റിസൺ ആയിട്ട് നടക്കുമായിരുന്നു. പിന്നെ അതൊരു വള്ളിയാക്കണ്ടല്ലോ എന്ന് ചോദിച്ചു ഞാൻ ഇതാ. പക്ഷെ അല്ലേ ഈ അവസാനം ഇവനെ വെടിവെച്ചപ്പോ ഞാൻ ഉണ്ടായിരുന്നു. അവൻ കയറി ഇങ്ങനെ ചോദിച്ചു സരക്കണ്ണ സംസാരിക്കാൻ മാറ്റി നിർത്തിയപ്പോഴത്തേക്ക് അല്ലാണ് സരക്കണ്ണ സംസാരിക്കാൻ മാറ്റി നിർത്തിയപ്പോഴത്തേക്ക് ഇവൻ ഇങ്ങനെ പറഞ്ഞു. എന്റെ അച്ഛനെ വിളിച്ച അതിനകത്തുള്ള ഒരുത്തൻ കേട്ടാ, അവന്റെ തന്തയ്ക്ക് എന്നെ വിളിച്ചിട്ട് പോവുള്ളേ. പറഞ്ഞേക്ക്. അവൻ വിളിച്ച അവൻ പുറത്തിരിക്കും, നീ വിളിച്ച നീയും പുറത്തിരിക്കും, അവനും പുറത്തിരിക്കും. തിരിച്ചു വിളിക്കേണ്ട ആവശ്യമില്ല. നമുക്കത് എന്താന്ന് വെച്ചാൽ പറയാം, നമുക്ക് നോക്കാം. എന്നാ അവന്റെ പേരാണ് ഞാൻ വിളിച്ചത്, കുണ്ടനെന്ന്. അവന്റെ പേര് യഥാർത്ഥത്തിൽ പേര് കുണ്ടൻ എന്നാണോ? ഇവിടെ കണ്ണാപ്പി വിളിച്ചു. കണ്ണാപ്പി നേരത്തെ അവന്റെ കൂട്ടുകാരൻ എന്താ കുണ്ടാ മിണ്ടാരി തന്നെ പറഞ്ഞു. വിടറാ കുണ്ടാ നമുക്ക് വേറെ സിറ്റുവേഷൻ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എന്റെ തലച്ചപ്പോ ഞാൻ പറഞ്ഞു ബ്രോ വിട് ബ്രോ, കുണ്ടൻ നല്ല പേര്, നല്ല അറിഞ്ഞിട്ട പേരാണെന്ന് പറഞ്ഞു. അപ്പൊ അവൻ തോക്കെടുത്ത് തന്നെ വെടിവെച്ചിട്ടില്ലേ, കുണ്ടൻ അച്ഛനെ വിളിക്കാൻ പറഞ്ഞു. അത് കേട്ട് അവന്മാർക്ക് എന്ത് കൊമ്പുണ്ടോ? എനിക്കിവിടെ ഫ്രണ്ട്ലി ഒന്നും ഇല്ലടാ. എനിക്ക് എന്റെ ഗ്യാങ്ങാണ് വലുത്. എനിക്ക് ചോദിക്കാനുള്ള വലുതുണ്ട്, ഞാൻ ചോദിക്കുകയും ചെയ്യും. എനിക്ക് അനാവശ്യമായിട്ട് അങ്ങോട്ട് പോയി ഇതാക്കിയതാണോ? അണ്ണാ ഞാൻ ഇവിടെ വണ്ടി എടുത്ത് ഇവിടെ വണ്ടി എടുത്ത് നിൽക്കുക. അപ്പൊ ഇവിടെ ഫുൾ അവന്മാരെ ഹെലി, അവന്മാരെ വണ്ടി. അപ്പൊ ഞാൻ ചോദിച്ചു ബ്രോ വണ്ടി ഒന്നും അടുത്ത് എനിക്ക് പോകണം, അല്ലെങ്കിൽ എനിക്ക് ഇടിച്ചിട്ടേ പോകാൻ പറ്റൂ, എനിക്ക് പോകണം അത്യാവശ്യമാണെന്ന് പറഞ്ഞു. ഞാൻ അണ്ണനെ കാണാൻ വേണ്ടി ഇറങ്ങി ചോദിക്കാം. അത്ര വാല്യൂ ചെയ്തിട്ട് ഇതൊരു സംസാരമുള്ളൂ. അച്ഛനെ വിളിച്ച ആരാണ്? കുണ്ടൻ അവന്റെ അച്ഛനെ പോയി വിളിക്കാൻ പറഞ്ഞ ആരാണ്? വെടിവെച്ച് വന്നവനാണെന്നാണ് പറഞ്ഞത്. വെടിവെച്ച് വന്ന ആരാണ്? അത് കുറുമ്പൻ. കുറുമ്പ് കൂടുതലാണ്.
ബ്രോ എന്തായാലും വെടിവെക്കേണ്ട ആവശ്യം എന്തായിരുന്നു? ഹലോ കേക്കാമോ? ഇതാണ് ഇമാരെ പ്രശ്നം, മനസ്സിലായില്ലേ? ഇതൊക്കെയാണ് പ്രശ്നം. വെടിവെച്ചായിരുന്നു അറിഞ്ഞൂടാ, ചത്തായിരുന്നു അറിഞ്ഞൂടാ, കൊന്നായിരുന്നു അറിഞ്ഞൂടാ, ആരും ഏരിയയിലും ഇല്ല. നല്ല പയ്യന്മാരുടെ നല്ല പയ്യന്മാര്. ബോബിന് പറഞ്ഞില്ല, അവനോട് ആരെങ്കിലും സിറ്റുവേഷൻ പറഞ്ഞു കൊടുക്കണം. നിങ്ങളുടെ കൂട്ടത്തിൽ ആരാ ഒരാള് അച്ഛൻ്റെ എന്റെ തന്തയോട് പോയി പറയാൻ? ഞാനെ വിളിച്ചു. അതെന്ത് ബ്രോ തന്തയ്ക്ക് പറയേണ്ട ആവശ്യം എന്താണ് ബ്രോ? അവൻ എന്നെ കുണ്ടാന്ന് വിളിക്കേണ്ട കാര്യം അല്ല, നിങ്ങളുടെ കൂട്ടത്തിൽ പേര് പറഞ്ഞതല്ലേ അങ്ങനെ? ബ്രോ ഞാൻ പറഞ്ഞ എന്റെ പേര് കുണ്ടാന്നല്ല. അല്ല, അവന്റെ മുമ്പിൽ വെച്ച് ബ്രോയുടെ പേര് അങ്ങനെയാണ്, ബ്രോയെ അങ്ങനെയാണ് വിളിച്ചോണ്ടിരുന്നത്. ആരാ പറഞ്ഞേ? ആര് പറഞ്ഞു? എന്തൊക്കെ പറഞ്ഞാലും അച്ഛനെ വിളിക്കേണ്ട കാര്യമൊന്നുമില്ല. നീ ആരാണ് അവന്റെ അച്ഛനെ വിളിക്കാൻ? കണ്ണാപ്പി ഒരു മിനിറ്റ് സംസാരിക്കട്ടെ. പറഞ്ഞു ബ്രോ പറ. ബ്രോ ഒരു വട്ടമില്ല, അവൻ മൾട്ടിപ്പിൾ ആയിട്ട് ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കുക. എന്തായിരുന്നു കുണ്ടാന്ന് വിളിച്ചാ? കണ്ണാപ്പി കുണ്ടെന്നല്ല പേര്, നല്ല പേര്, അറിഞ്ഞിട്ട പേരെന്നെ പറഞ്ഞോളൂ. ബ്രോ ATX ആയിട്ട് നമ്മള് നല്ലൊരു ബന്ധത്തിൽ നിൽക്കുന്നത് കൊണ്ടാണ് ഈ പറയണത് പോലെ. നമ്മളങ്ങനെ സംസാരിക്കാൻ പോലും താല്പര്യം എല്ലാവരും വിട്ടാ. ആദ്യം തുടങ്ങിയത് ഞാൻ പറഞ്ഞുതരാം. സംഭവം തുടങ്ങിയത് ഞാൻ തന്നെയാണ്. ഹെലി അവിടെ ടാറ്റു ഷോപ്പിന്റെ മുന്നിൽ ഞാൻ വെച്ചായിരുന്നു ഡ്രസ്സ് മാറാൻ വന്നപ്പോ. പിന്നെ അവിടെ BM ആയിട്ട് സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ഒരു പാട്രോള്, എനിക്ക് അറിയത്തില്ല, വേഷമൊന്നും അറിയത്തില്ല, വന്ന് ഇടിച്ചോണ്ടിരുന്നു. എന്നിട്ട് നമ്മുടെ അടുത്ത് പറഞ്ഞു പോവാൻ വേണ്ടി വണ്ടി തിരിച്ചോണ്ടിരുന്നത്. അപ്പൊ നിങ്ങൾ ചുറ്റിന് വണ്ടി. ഞാൻ ചോദിച്ചു ബ്രോ ഈ വണ്ടി ഒന്ന് മരുന്നത്, അല്ലെങ്കിൽ എനിക്ക് ഇടിച്ചു കളഞ്ഞിട്ട് പോകേണ്ടി വരും എന്ന് പറഞ്ഞു. അവിടെ ആകപ്പാട് ഒരു വണ്ടിയും ഒരു വണ്ടി അല്ല ബ്രോ, ഈ ഇത്രയും കിടക്കുന്ന ATXന്റെ വണ്ടി. ശരി ബ്രോ, ഇടിച്ചോണ്ടിരുന്നു പോവാൻ വേണ്ടി ഇടിച്ചോണ്ട്. ഞാൻ എന്നിട്ട് നിങ്ങളടുത്തൊന്ന് പറഞ്ഞോ ബ്രോ എനിക്ക് വണ്ടി ഒന്ന് മരുത്തില്ല, എനിക്ക് പോകണം. അപ്പൊ നിങ്ങൾ ഒന്ന് സിറ്റുവേഷൻ ആണ്. ഞാൻ പറഞ്ഞു ബ്രോ എനിക്ക് സിറ്റുവേഷൻ ആണ്, എനിക്ക് പോകണം, അത്യാവശ്യം ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ വാസോണ്ണെ വിളിച്ചോണ്ടിരിക്കുകയാണ്, ഡ്രസ്സ് മാറിയിട്ട് കടയിൽ നിന്ന് ഇറങ്ങിയതാണ്. അപ്പൊ നിങ്ങൾ പറഞ്ഞു, ഞാൻ പറഞ്ഞു ബ്രോ എനിക്ക് മാറ്റി തന്നില്ലെങ്കിൽ പറയട്ടെ മാറ്റി തന്നില്ലെങ്കിൽ ഞാൻ എനിക്ക് ഇടിച്ചു കളയേണ്ടി വരും ബ്രോ, ഒന്ന് മാറ്റി തരുമെന്ന് പറഞ്ഞു. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞ് അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും, ഇടിച്ചു കളഞ്ഞിട്ട് പോകാൻ പറഞ്ഞു. അപ്പൊ ഞാൻ ഇടിച്ചു കളഞ്ഞപ്പോ എന്റെ വണ്ടി വെടിവെച്ച്. ബ്രോ ഇടിച്ചു കളഞ്ഞോണ്ടല്ലേ പോയി, ബ്രോയുടെ രണ്ടുപേരെ കൊന്നിട്ടാ പോയി. ബ്രോ റോട്ടി രണ്ടുപേരെ ഇടിച്ചു കൊന്നിട്ടാ പോയി. ബൈക്കിൽ വന്ന കൊച്ചാണ് ഇടിച്ചു കൊന്നത്, മനസ്സിലായില്ലേ? ജെസ്സി ഉണ്ടോ അവനെ വിളി. വിളിച്ചിട്ട് അവനെ വിളി വാസണ്ണ ഒറ്റയുണ്ട്. വേറൊരാള് ഒന്നും പറയാല്ല കേട്ടോ വാസണ്ണ, സത്യം പറയാല്ല. ഇവന്മാരെ പരിപാടി മനസ്സിലായി. ഇത് മൊത്തം നമ്മളെ ഉണ്ടാക്കും. ദാമുവിന് അടിക്കാൻ താല്പര്യമില്ല. അങ്ങനെ നോക്കിയിട്ട് കാര്യമില്ല ബ്രോ, അങ്ങനെ നോക്കിയിട്ട് കാര്യത്തില്ല. നമ്മുടെ കൂട്ടത്തിൽ ഒരാളെടുത്ത് അവരുടെ കൂട്ടത്തിൽ ഒരാൾ മിസ്റ്റേക്ക് കാണിച്ചൊരു സിറ്റുവേഷൻ ടീമിന് വേണ്ടിട്ട് കളിക്കണം. ടീമിന് വേണ്ടി കളിക്കണം. അത് ദാമുവിന്റെ ഇതിന് മുമ്പത്തെ ഗ്യാങ് ആണ്. ദാമുവിന്റെ താല്പര്യം നോക്കാൻ പറ്റത്തില്ല. ടിവിക്ക് കളിക്കുമ്പോൾ ടിവിക്ക് വേണ്ടി കളിക്കണം. അത് അനാവശ്യ സിറ്റുവേഷൻ ഞാൻ എടുക്കാൻ പോകത്തില്ല, എടുക്കാനും ഞാൻ പറയത്തില്ല. ഇത് ഞാൻ സിറ്റുവേഷൻ രണ്ട് സൈഡും കേട്ടിട്ട് ഞാൻ സിറ്റുവേഷൻ എടുക്കത്തുള്ളൂ. പക്ഷെ ഇവിടെ കളിക്കുമ്പോൾ നമ്മുടെ സ്റ്റിക്കേഴ്സ് മോഡ് ആക്കിയതാണോ? ഈ സ്റ്റിക്കേഴ്സ് മോഡ് ആക്കല്ലേ, ആക്കണ്ട. സ്റ്റിക്കേഴ്സ് മോഡ് ആക്കണ്ട. മോഡറേറ്റേഴ്സ് പ്ലീസ്. ആരാ കാര്യം പറഞ്ഞോട്ടെ. സിറ്റുവേഷൻ ആണ്. ഗ്യാങ് അൾട്ടിമേറ്റ് ആരുടെ മിസ്റ്റേക്ക് നോക്കാം നമുക്ക്. എടാ ഇത് നീ സിറ്റുവേഷൻ ഉണ്ടായിരുന്നോ? ഇല്ല ഞാൻ ഇപ്പൊ വന്നേ ഉള്ളൂ. കണ്ട അപ്പൊ ദാമു പോലും അവനെ വിളിച്ചത് കുണ്ടാന്നാണ്.
അവന്റെ പേര് കുണ്ടാന്നാണ്. എടാ ഇപ്പൊ ദാമു പോലും അവനെ വിളിച്ചത് കുണ്ടാന്നാണ്. കുണ്ട ഇങ്ങോട്ട് വന്നു. വേറെ ഒന്നുമില്ല. എന്തൊക്കെ പറഞ്ഞ് ന്യായീകരിച്ചാലും അച്ഛന്ന് വിളിച്ചതിനുള്ള അവൻ തിരിച്ച് സോറി പറഞ്ഞിട്ട് പോയാൽ മതി. അവന് വേറെ എന്തൊക്കെ പറഞ്ഞാലും അച്ഛന്ന് വിളിച്ചല്ലോ. വെടിവെച്ചിട്ടേനും ഒരാളെ എന്തിനു ചുമ്മാ വെടിവെച്ചിരുന്നാ? എന്തൊക്കെയാണേലും അവൻ അച്ഛനെ വിളിക്കേണ്ട ആവശ്യമില്ല. അല്ലണ്ണ ഇവന്മാര് മിനിഞ്ഞാന്നിട്ട് ഞാനൊരു സിറ്റുവേഷൻ ദാമു അല്ല മറ്റന്നാണ് അത് നീ ഉണ്ടാക്കിയത്, അത് നീ പറയണ്ട. അല്ല അത് ഞാൻ ഉണ്ടാക്കി വെച്ച എന്നാലും അവന്മാരെ ചവിട്ടിയിട്ട് ഞാൻ അവന്മാരെ എന്റെ മേത്തൊന്നും നീ ആര്? നീ ഇവിടത്തെ ദൈവോ? നിന്നെ മാത്രം വന്ന് ബഹുമാനിക്കാൻ അല്ല ചവിട്ടിയുടെ ആവശ്യമില്ല. കാര്യമുള്ള കാര്യമാണെങ്കിൽ ആരാണേലും ചോദിക്കും. നീ കാണിച്ച വള്ളിക്കൊന്നും ഇവിടെ കണ്ണാപ്പി ഇതിപ്പോ അവന്റെ തന്തയ്ക്ക് വിളിച്ച കാര്യമാണ് നമ്മൾ ചോദിക്കാൻ പോണേ. ആ തന്തയ്ക്ക് വിളിച്ചത് മിസ്റ്റേക്ക് ആണ്. അത് ചോദിക്കാം നമ്മൾ. അത് ചോദിച്ചിട്ടേ പോത്തുള്ളൂ. അല്ലാതെ വെറുതെ ബുദ്ധിമുട്ടില്ല. നീ ഇതിന് മുമ്പത്തെ സിറ്റുവേഷൻ അതോടെ ട്രാക്ക് ചെയ്യാതിരി. ഇത് ഇപ്പൊ നടന്ന സിറ്റുവേഷൻ അല്ലേ? ഇത് ഇപ്പൊ നടന്ന സിറ്റുവേഷൻ. അത് നമുക്ക് സംസാരിക്കാം. എടാ ഹലോ ദാമു, എന്തൊക്കെയാണേലും എന്തൊക്കെ പറയാണേലും ഈ നമ്മള് ഇതുപോലെ നിൽക്കണ ഒരു ഗ്യാങ്ങിന്റെ അടുത്ത് നിന്ന് തിരിച്ചു മറ്റേ ഒരുമാതിരി തന്തയ്ക്ക് വിളിക്കണത്. ഇതിപ്പോ അവന്റെ കൂട്ടത്തിൽ നിന്ന് നീ ഇപ്പം അവനെ വിളിച്ചത് കൊണ്ടാന്നല്ലേ? അത് അവന് പണ്ടോട്ടെ 2-3 വർഷമായിട്ട് അറിയാം. എടാ അങ്ങനെ വിളിക്കുമ്പോ പെട്ടെന്ന് അവന്റെ മുമ്പിൽ വെച്ചപ്പോ ഞാൻ എക്സാമ്പിൾ പറഞ്ഞുതരാം. നമ്മൾ എല്ലാവരും ഇവിടെ നിൽക്കുന്ന സമയത്ത് ഈ പറയണത് പോലെ മുമ്പിൽ നിന്നപ്പോൾ എനിക്ക് ഇപ്പൊ സരക്കിന്റെ പേര് നിനക്ക് അറിയത്തില്ല. ഞാൻ സരക്കെന്ന് വിളിച്ച് സംസാരിക്കുമ്പോൾ നീ ഒബ്വിയസ്ലി വിചാരിക്കും സരക്കെന്നാണ് പേര്. അതുപോലെയാണ് അവനും പറഞ്ഞത്. അങ്ങനെയാ അവൻ കൂടെ നിന്നപ്പോൾ അവന്റെ പേരറിയത്തില്ല. അപ്പോൾ അവനാ സംസാരിച്ചോണ്ടിരുന്നത്. അപ്പൊ അവര് വിളിച്ച പേരാണ് ജസ്റ്റ് പറഞ്ഞത്. അതിന് നേരെ തന്തയ്ക്ക് പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അല്ലെങ്കിൽ എല്ലാവർക്കും അറിയാലോടാ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ. എല്ലാവർക്കും അറിയാവുന്നവരല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ. തന്തയ്ക്ക് വിളിക്കേണ്ട ആവശ്യമില്ല. നമ്മൾക്ക് ഇത് അല്ലാതെ ഡീൽ ചെയ്യാനൊന്നും നമ്മൾ ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ല, ചെയ്യത്തുമില്ല. അത് എന്താന്ന് വെച്ചാൽ അത് ചോദിച്ചിട്ട് പറ. നീകന്റെ എന്ന് കഴിഞ്ഞു. ഹലോ ഹലോ കേക്കാമോ? ഹലോ കേക്കടാ. തന്തയ്ക്ക് വിളിച്ച പ്രശ്നമാണ് ഇവിടെ. അവന്റെ ഫ്രണ്ട്സ് അങ്ങനെ വിളിക്കണെങ്കിൽ പിന്നെ നമ്മൾ വിളിച്ചില്ല. എനിക്ക് 733 ഫുഡും വെള്ളം. അവരങ്ങനെ വിളിക്കുന്നത് അവനെ കൊണ്ടാണ് വിളിക്കുന്നത്. അത് തന്നെ ഞാൻ പറഞ്ഞു മനസ്സിലായി. കാര്യം എന്റെ മുമ്പിൽ വിടന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു നല്ല പേര് കുണ്ടറന്നല്ലേ, നല്ല പേര് അറിഞ്ഞിട്ട പേരാണെന്ന് പറഞ്ഞു. അവൻ അപ്പോഴും തോക്കത്ത് പിടിച്ചിട്ട് അവന്റെ അച്ഛനെ പോയി വിളി. ഞാൻ കണ്ണാപ്പിയാണെന്ന് കഥ പറഞ്ഞത് എനിക്ക് ഓർമ്മയൊന്നുമില്ലായിരുന്നു കേട്ടോ. ഞാൻ നിങ്ങളുടെ അമരെന്താ പറഞ്ഞ നോക്കട്ടെ ചോദിച്ചിട്ട് പോകാം. ഞാൻ നിങ്ങളുടെ ഒരു കാര്യം പറയാം. സാധാരണ ബോബോ കണ്ണാപ്പിയോ ഈ സംസാരിക്കാനല്ലാതെ വള്ളി പിടിക്കാൻ വേണ്ടി വരുവാണെങ്കിൽ എന്നെ വിളിക്കത്ത് പോലും ഇല്ല. ശരിക്കും പറഞ്ഞാൽ ബോബ് ഞാൻ സിറ്റിയിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് ധൃതി പിടിച്ച് എൻ്റെ അടുത്തോട്ട് വരാൻ വേണ്ടിയിട്ടാണ് അവൻ നിന്നത്. അപ്പോൾ അവിടെ എന്തോ സംസാരമായിട്ടാണ് ഇതിങ്ങനെ ട്രിഗർ ആയതെന്ന് എനിക്ക് ഉറപ്പാണ്. അല്ലെങ്കിൽ അവന്മാരെന്നെ ഈ പറയണത് പോലെ വള്ളി പിടിക്കുന്ന ദിവസങ്ങളിൽ കണ്ണാപ്പിയും ഇവർ എന്നെ വിളിക്കുകയോ അവർ സിറ്റിയിലുള്ള പ്രസൻസ് പോലും എന്നെ കാണിക്കത്തില്ല. ശരിക്കും പറഞ്ഞാൽ അത് എപ്പോഴും ശ്രദ്ധിച്ചാൽ മതി. എൻ്റെ അടുത്ത് ആ പ്രസൻസ് പോലും അവന്മാർ കാണിക്കത്തില്ല. വള്ളി പിടിച്ചതിന് ശേഷമാണ് ഞാൻ അറിയണത്. ബോബിൻ്റെ മിസ്റ്റേക്ക് മാത്രമാണെന്ന് പറയുന്നവരോടത്ത് ഞാൻ പറയുക. ഞാൻ ആരെയും ന്യായീകരിക്കുമല്ല, എനിക്ക് ആരെയും ന്യായീകരിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെയാണ് ചെയ്തിരുന്നെങ്കിൽ ബോബ് ഒരിക്കലും ഈ പറയണത് പോലെ എന്നെ വിളിച്ച് ഇത് വരത്തില്ല. ഞാൻ സിറ്റിയിൽ നിന്ന് ഇറങ്ങുമെന്നുള്ള ഇതുകൊണ്ടാണ് ഞാൻ എൻ്റെ അടുത്തോട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ് കിടന്ന് അവൻ ധൃതി പിടിച്ചത്. ചിലപ്പോൾ ആ ധൃതി പിടിച്ചതിൻ്റെ റഷിലായിരിക്കും ഇത് സംഭവിച്ചത്. അത് സ്പോൺ ഏരിയയിലാണ് ഞാൻ നിൽക്കുന്നത്, അല്ലാതെ മനപ്പുറം ഡ്രസ് ഇട്ടുണ്ടാണെന്ന് എല്ലാം കൂടി പറയാം. അത്രേ ഉള്ളൂ. എന്നിട്ട് ഗ്യാങ് ഡോർ മേടിക്കാന്ന് പറയുമ്പോൾ ഞാൻ എടുത്തു തരാം. എന്നെ തന്തയ്ക്ക് വിളിക്കാൻ എനിക്ക് വിളിച്ച് ഇഷ്ടപ്പെട്ട് കളിയാ.
അത് ആർക്കെല്ലാം പൊളിയോടാ, ഇഷ്ടപ്പെടില്ല. വേറൊന്നുമല്ല കാരണം ഇത് ഇത്രയും സിറ്റുവേഷൻ ആവുന്നൊന്നും വിചാരിച്ചില്ല. മനസ്സിലായി, നമ്മളവിടെ സംസാരിച്ചാണ് അവിടെ ഓൾറെഡി സരക്കണ്ണൻ സംസാരിക്കാൻ കൊണ്ടുപോയതാണ്. അപ്പൊ ഞാൻ കണ്ണാപ്പി എടുത്താണ് പറഞ്ഞത്. കണ്ണാപ്പി നിന്നെ വെടിവെച്ചിട്ടേ അണ്ണ സരക്കണ്ണ മാത്രം സംസാരിക്കുന്ന അപ്പോഴാണ് ഞാൻ പൊങ്ങിയപ്പോ കാണുന്ന ഞാൻ ഇങ്ങനെ എന്നിട്ട് ഞാൻ സംസാരിക്കുന്നത്. അണ്ണ ഇവൻ ചെന്നിട്ട് പറഞ്ഞ് ഇവൻ എടാ കണ്ണാപ്പി ഇവന്മാരൊക്കെ ഫ്രണ്ടിൽ ഉള്ളപ്പോ അണ്ണാ തിരിച്ചു വരുമ്പോ കൂന്ന് വിളിക്കുന്നു പറഞ്ഞു. ഞാൻ ഇങ്ങനെ പറഞ്ഞോളൂ, ഇമാരൊക്കെ കളിയാ ചുമ്മയാണ് കണ്ണാപ്പി, ഇമാരൊക്കെ ഫ്രണ്ടിൽ നിന്ന് കാണുമ്പോ അണ്ണാണ് തിരിഞ്ഞമ്മ കൂന്നും ഇങ്ങനെ ഇത്രേ പറഞ്ഞോളൂ. അപ്പൊ പറഞ്ഞ് നിന്നെ ആരും അണ്ണാന്ന് വിളിച്ചറായെന്ന് വെച്ച്. ഞാൻ പറഞ്ഞ എന്നെ അല്ല ബ്രോ കുണ്ടൻ നല്ല പേര്, നല്ല പേര്, അറിഞ്ഞിട്ട പേരെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ തിരിഞ്ഞതാണ്. അപ്പത്തേക്ക് തോക്കെടുത്ത് തന്നെ വെടിവെച്ചു. അല്ല ആദ്യം അവന്റെ കൂടെ ഉള്ളവനെ വെടിവെച്ചിട്ട് എന്നിട്ടാണ് ഇവനെ വെടിവെച്ചിട്ടത്. കൂടെ ഉള്ളവനെ മറ്റേ ഇതിപ്പോ എന്താ തീരുമാനം? അങ്ങോട്ട് ചൊറിയണമെന്നാണ് പറയുന്നത്. ഇതാ പറഞ്ഞു വെച്ചാൽ ഒരു വട്ടം ഓൾറെഡി ഒന്ന് പറഞ്ഞിട്ടിട്ട് വീണ്ടും വന്ന് ചൊറിഞ്ഞാണെന്ന് പറയുന്നു. അത് നോക്കണ്ട, സിറ്റുവേഷൻ ആയിട്ട് കണ്ടിന്യൂ ചെയ്തോ, കുഴപ്പമില്ല. സിറ്റുവേഷൻ കണ്ടിന്യൂ അടിച്ചാലേ ഇറങ്ങൂടെ എടാ ഞാൻ ഒരു കാര്യം പറയട്ടെ നിന്റെ അടുത്തൊക്കെ. ഇപ്പൊ സിറ്റിസൺ സിറ്റുവേഷൻ ആയിട്ടല്ലേ ഇതായത്. ഇപ്പൊ ഇങ്ങനെ പെർക്ക് വാരിയിട്ട് അടിക്കാന്നൊക്കെ പറഞ്ഞ എങ്ങനെ അടിക്കാനാണ് കണ്ണാപ്പി? നിനക്കൊക്കെ എന്താണോടാ എന്താ പ്രശ്നം? എന്താ നിനക്കൊക്കെ ഇപ്പം? എടാ അവന്മാര് സോറി പറയൂല, എന്നാണ് പറയുന്നത്. പിന്നെ എന്തിനാ പറയാൻ തന്നെ കൊണ്ട് വായ കണ്ണാക്കിട്ട് കുത്തിച്ചിട്ട് പറയാൻ പറ്റുമോ? അപ്പൊ പിന്നെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ പിന്നെ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നീ അല്ലേ കണ്ണാപ്പി ഈ വള്ളി എടുക്കാൻ കാരണം അല്ലെന്ന് പറയാൻ പറ്റുമോ? എനിക്ക് സത്യം പറഞ്ഞ ഇമാരെ അറിഞ്ഞാലും കൂടെ വരും. സത്യം പറയല്ല, അങ്ങനെ അറിഞ്ഞോണ്ട് ഇന്റൻസിറ്റി വള്ളി എടുത്ത് നല്ലണ്ണ. ഇത് ഇന്റൻഷനലി വള്ളി എടുത്തല്ല. ഇന്റൻഷനലി വള്ളി എടുത്തതാണെങ്കിൽ എന്നെ എങ്ങനെയാണ് വിളിക്കണേ? എന്റെ അടുത്തോട്ട് വരാനിരുന്ന ഞങ്ങളൊരു ഇത് ചെയ്തോണ്ടിരിക്കുവായിരുന്നു. ഇപ്പൊ എന്റെ അടുത്തോട്ട് വന്നോണ്ടിരിക്കുവായിരുന്നു. ഇന്റൻഷനലി വള്ളി എടുക്കാൻ അവൻ ഇന്റൻഷനലി വള്ളി എടുത്തല്ല എന്നാ എനിക്ക് തോന്നുന്നത്. ഇതെനിക്ക് ഇന്റൻഷനലി വള്ളി എടുത്തായിട്ട് തോന്നുന്നില്ല. മനഃപൂർവ്വമല്ല ഈ വള്ളി എടുത്തെന്ന് മനഃപൂർവ്വമല്ല. അങ്ങനെയാണ് ഞാൻ കണ്ണാപ്പി വിളിച്ചോണ്ടില്ലേ പോവുള്ളൂ. ഞാൻ നിന്നോട് പറഞ്ഞില്ലേ ബോബ് വിളിക്കുന്ന അവനോട് സംസാരിക്കണമെന്ന്. അപ്പൊ നീനോട് ചോദിച്ചില്ല അവൻ എവിടെയെന്ന്? അന്നേരം നിക്കുവായിരുന്നു. അങ്ങനെ നിക്കുന്നതിന്റെ ഇടയ്ക്കാണ് ഈ ഇത് സംഭവിക്കുന്നത്. എനിക്ക് അറിഞ്ഞൂടാ ഒരു സൈഡിൽ തന്നെ രണ്ടുപേർ ഷോ അടിച്ചിരിക്കുന്നു. എനിക്ക് അറിഞ്ഞൂടാ എന്തിനു പറഞ്ഞു. എന്ത് ഷോ അടിക്കൊന്നുമില്ല. അടിക്കാൻ ഇവിടെ കളിക്കുന്നവന്മാർ ഇവിടെ കളിക്കണം, അല്ലാതെ വേറെ ഇതൊന്നും ഇല്ല. നമുക്ക് സിറ്റിയിലെ ഗ്യാങ്ങാണ് അൾട്ടിമേറ്റ്, ഗ്യാങ്ങിലെ മെമ്പേഴ്സാണ് അൾട്ടിമേറ്റ്. അതിന്റെ അപ്പുറത്ത് ആരുണ്ടേലും അവരെ അടിക്കും. അതിൽ വേറെ വ്യത്യാസമൊന്നുമില്ല. ഞാൻ പറയണത് ഒരു കാര്യമുണ്ട്, അനാവശ്യമായിട്ട് നമ്മുടെ സൈഡിൽ നിന്നാ പോയെങ്കിൽ അത് ഇതാക്കാൻ റെഡിയാണ്. അല്ലാതെ കൂട്ടത്തിലെടുത്തിന് പറഞ്ഞാൽ നമുക്ക് ചോദിക്കാൻ മനസ്സിലായി. അല്ല എനിക്ക് സിറ്റുവേഷൻ മനസ്സിലായി. ഞാൻ രണ്ടു ദിവസമായിട്ട് നടക്കുന്നോണ്ടാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ സൈഡിൽ നിന്ന് വന്ന മിസ്റ്റേക്ക് ആണെങ്കിൽ ഇത് നമുക്ക് അതാണ് എനിക്കും അറിയാത്ത വെറുതെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ബോബ എങ്ങൊന്നാണ് ഞാൻ അറിഞ്ഞത് പറയാം. അതേപോലെ എന്നെ എന്ത് പറഞ്ഞാലും എനിക്ക് ശരിയാണെന്ന് തോന്നിയതേ ഞാൻ നിക്കത്തുള്ളൂ, അത്രേ ഉള്ളൂ. ഓക്കെ, എന്റെ അടുത്ത് അമ്മമാര് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാല് അമ്മമാര് ഓൾറെഡി ഇവിടെ ഒരു റൗണ്ട് ഫസ്റ്റ് നിന്നപ്പോഴത്തേക്ക് നിങ്ങളുമായിട്ട് ഇതേപോലെ സംസാരമായി ചൊറിയാവുന്ന കണ്ടപ്പോഴത്തേക്ക് അമ്മമാരെല്ലാം ഗ്യാങ് ഹൗസിലോട്ട് വണ്ടി എടുത്ത് എല്ലാവരും പോയി. രണ്ടാമത്തെ റൗണ്ട് വീണ്ടും എന്നിട്ട് വീണ്ടും ഇവിടെ വന്നതിന് ശേഷം വീണ്ടും ചൊറി ആയതിനു ശേഷം നിങ്ങൾ വണ്ടി ഇടിച്ച് പിറ്റ് ചെയ്യുന്നുണ്ടതിന് ശേഷമാണ് അമ്മമാര് വണ്ടി വെടിവെച്ചെന്നാണ് പറയുന്നത്. ഒന്നുമല്ല, ഫസ്റ്റ് ഞാൻ ഇവിടെ ഡ്രസ് മാറ്റി ഒരു കാര്യം ചെയ്യാം. നമുക്ക് മീറ്റിംഗ് വിളിച്ചിട്ടല്ലേ അടിയാവുന്നത്. എന്തായാലും നമുക്ക് മീറ്റിംഗ് വിളിച്ചിട്ട് ഇവന്മാരെ സിറ്റുവേഷൻ ഉണ്ടായിരുന്നവര് ഇവരോട് ചേർത്ത് അതായിട്ട് അങ്ങ് സംസാരിക്കാം. അങ്ങനെ തീർക്കുമെങ്കിൽ അങ്ങനെ തീർക്കാം. അത് കഴിഞ്ഞിട്ടാണെങ്കിൽ അങ്ങനെ അതാണ് നല്ലത്. നമുക്ക് എവിടെയെങ്കിലും ഒരു സ്ഥലം പറഞ്ഞിട്ട് ഇവിടെ അങ്ങോട്ട് വരാൻ പറ. വാ അങ്ങോട്ട് പറ, എല്ലാരും അങ്ങോട്ട് അവിടെ വെച്ച് സംസാരിച്ച് തീർക്കാം. വാ
അവരുടെ അടുത്ത് പോയിട്ട് ഒന്ന് സംസാരിക്കാൻ വരാൻ പറഞ്ഞു. പറഞ്ഞ